നമസ്കാരം. അപ്പോൾ ഇന്നത്തെ കൊറിയർ തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കൊറിയറാണ്. ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിലൊരു സ്മാർട്ട് വാച്ചാണ്. സ്മാർട്ട് വാച്ച് എന്നാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. നമുക്കത് തുറന്നിട്ട് നോക്കാം. പാക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ല ഡീസൻറ്റ് പാക്കിംഗ് ആണ്. നല്ല സേഫായിട്ട് തന്നെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ബബിൾ കവറൊക്കെ ഇട്ട് നല്ല രീതിയിലാണ് പാക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. ഇതാണ് വാച്ചും അതിൻ്റെ ചാർജിങ് കേബിളും. ഈ സ്മാർട്ട് വാച്ച് എന്ന് തോന്നിക്കെങ്കിലും സ്മാർട്ട് വാച്ചിൻ്റേതായിട്ടുള്ള അധികം ഫീച്ചേഴ്സൊന്നും ഇല്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓരോ മോഡുകളുണ്ടല്ലോ, ഹാർട്ട് ബീറ്റ്, പ്രഷർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ കുറേ ആനിമേഷൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാണ് കേബിൾ വരുന്നത്. കേബിൾ ഒരു ക്ലിപ്പ് ടൈപ്പാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ബോക്സ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു കേബിൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റ് 5 വോൾട്ട് ഇതിൻ്റെ ഔട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ കേബിളിന് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ക്ലിപ്പിംഗ് പോലത്തെ കേബിൾ ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് അത് നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ അവിടെ ചാർജ് കയറിക്കോളും. പിന്നെ ഈ വാച്ചിൻ്റെ ബാക്ക് ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത്യാവശ്യം നല്ല രീതിയിൽ ഡസ്റ്റൊക്കെ പിടിച്ചിരിപ്പുണ്ട്. ഉള്ളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാവാനാണ് സാധ്യത. ഐക്കൺ എന്നാണ് ഇതിൻ്റെ ഒരു പേര് വന്നിരിക്കുന്നത്. സ്ട്രാപ്പ് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. ഇതെല്ലാം ചൈനീസാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഡസ്റ്റ് പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗ്ലാസ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇത് ജസ്റ്റ് ഇങ്ങനത്തെ ഒരു പ്ലെയിൻ ഗ്ലാസ് ആണ്. ഇതിൽ ടച്ച് ഒന്നുമില്ല. ജസ്റ്റ് ഈ അടിഭാഗത്ത് മാത്രമേ നമ്മുടെ MI ബാൻഡിലൊക്കെ വരുന്ന പോലത്തെ സിംഗിൾ ടാപ്പ് മാത്രമേ ഉള്ളൂ. സിംഗിൾ ടാപ്പ് മീൻസ് സിംഗിൾ ടച്ച്. അതിൽ നമുക്ക് ഡബിൾ ടാപ്പ്, സിംഗിൾ ടാപ്പ്, ലോങ് പ്രസ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു ജസ്റ്റ് ഗ്ലാസ് ആണത്. ഇതിലൊന്നും വാട്ടർ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല, പെട്ടെന്ന് വെള്ളം കയറും. ഇങ്ങനെയാണ് ഇതിൻ്റെ LCD ഇരിക്കുന്നത്. ഇതാണ് അതിന് ടച്ച് വരുന്നത്. ആ ഒരു സ്ട്രിപ്പിൻ്റെ മുകളിലുള്ളൊരു പാക്കിംഗ് കണ്ടോ, അതിലാണ് ടച്ച് വരുന്നത്. ഡിസ്പ്ലേ, ഇതിൻ്റെ ഉള്ളിലെ ബാറ്ററിയൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് നോക്കാം. ഇതാണ് ഇതിൻ്റെ LCD. ഇതിന് വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഒരു ബോർഡിൻ്റെ അടിഭാഗം കണ്ടോ, ആ ഒരു കേസിൻ്റെ അടിഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കയറിയതായിട്ടൊക്കെ മാർക്കിംഗ് ഉണ്ട്. പിന്നെ ബാറ്ററിയും ഫുള്ളായിട്ട് ഡ്രെയിൻ ആയിരിക്കുകയാണ്. ഇപ്പം നമ്മളത് ഫുള്ള് സർവീസ് ചെയ്തു. ഇതിനിടയ്ക്ക് കുറേ കാര്യങ്ങൾ കാണിക്കേണ്ടതുണ്ടായി. പക്ഷേ ഈ ഒരു റിപ്പയറിങ്ങിൻ്റെ സമയത്ത് സ്റ്റാൻഡിൽ വെച്ചപ്പോൾ പവർ ബട്ടൺ പ്രസ്സായിട്ട് അത് റെക്കോർഡായില്ല. പിന്നെ അത് നമ്മൾ 2-3 കമ്പോണൻസ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബാറ്ററി ബൂസ്റ്റ് ചെയ്തു. പിന്നെ അടിയിൽ ആ ചാർജിങ്ങിൻ്റെ കണക്ടർ വരുന്ന ഭാഗം, അതിൻ്റെ സ്പ്രിങ് ഡാമേജ് ആയിട്ട് അത് നമുക്ക് വേറൊരു വാച്ചിൽ നിന്ന് എടുത്ത് വെക്കേണ്ടി വന്നു. ഒരു സൈഡ് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അതും ക്ലിയർ ആക്കിയപ്പോൾ ഓണായിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിന് ടച്ച് വരുന്നത്. സിംഗിൾ ടാപ്പാണ്. പിന്നെ എന്തെങ്കിലും സെലക്ട് ചെയ്യണമെങ്കിൽ അതിൽ ലോങ് പ്രസ് ചെയ്താൽ മതി. ഇതിൽ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് സെൻസർ കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് അടിയിൽ 2 LED കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ബ്ലഡ് പ്രഷറൊക്കെ ചെക്ക് ചെയ്യുന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ 2 LED ബ്ലിങ്ക് ചെയ്യുന്നു മാത്രം. അത് നമ്മൾ മുമ്പത്തെ വാച്ചിലും കാണിച്ചിട്ടുണ്ട്. കുറച്ച് റേറ്റ് കൂടി വാച്ചിൽ മാത്രമാണ് ആ ഒരു സെൻസർ എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റ് വരുന്നത്. അതും റേറ്റ് കൂടുന്തോറും അതിൻ്റെ ആക്യുറസി കുറച്ച് കൂടി വരുന്നു മാത്രം. ഇത് കംപ്ലീറ്റ് ആയിട്ടും വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടുണ്ട്. ഇത് വർക്ക് ചെയ്യാത്തത് നമ്മൾ പ്രോപ്പറായിട്ട് ടച്ച് ഒട്ടിക്കാത്തത് കൊണ്ടാണ്. അത് ഒട്ടിച്ച് കഴിയുമ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. ഞാൻ ഉദ്ദേശിച്ചത് ആ ടച്ചിൻ്റെ ഭാഗം നമ്മൾ ഒറ്റ പ്രാവശ്യം വയ്ക്കുമ്പോൾ വർക്ക് ചെയ്യാത്തത് അത് ഒട്ടിക്കാത്തത് കൊണ്ടാണ്. ഇപ്പം നമ്മൾ ഗമ്മൊക്കെ ഇട്ടിട്ട് റബ്ബർ ബാൻഡ് ഇട്ടേക്കാണ്. ഈ ഒരു LED കാര്യമാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് LED മാത്രമേ ഉള്ളൂ, അവിടെ അല്ലാതെ സെൻസറൊന്നും ഇല്ല. ഇതൊരു പിള്ളേർക്കൊക്കെയും കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ടൈപ്പ് വാച്ചാണ്. ഇനിയിപ്പോൾ ഇത് സെറ്റാവുന്ന വരെ നമുക്കിത് മാറ്റി വയ്ക്കണം. എന്നാലാണത് പ്രോപ്പറായിട്ട് ആ ഒരു ഗമ്മിലൊക്കെ സീറ്റിംഗ് ആയിട്ട് വരുള്ളൂ. അത് കഴിഞ്ഞ് ടച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ ചാർജിങ്. ഈ ഒരു ക്ലിപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചാർജ് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകുന്നില്ല. ബാക്കിയുള്ള വാച്ചുകളിലൊക്കെ മാഗ്നറ്റ് ടൈപ്പാണല്ലോ വരുന്നത്. ഇപ്പോൾ അത് ഫുള്ളായിട്ട് ഒട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും പ്രോപ്പറായിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചാർജ് ഒട്ടുമില്ല. ഞാൻ ഇനി ഫുൾ ചാർജ് ചെയ്തിട്ട് കാണിച്ചു തരാം. നമുക്കിനിയും കുറേ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഫുൾ ചാർജ് ആയിട്ടുണ്ട്. ആ സ്ട്രാപ്പൊക്കെ ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് പഴയ പോലെ തന്നെ ഉപയോഗിക്കാം. ജസ്റ്റ് ഇതിൻ്റെ ബാക്ക് ഭാഗം ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. ഒരു റൗണ്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കംപ്ലൈൻറ്റ് വരുമോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കയറാൻ വളരെ സാധ്യത കൂടുതലാണ്. വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെയും ഇതുപോലെ കംപ്ലൈൻറ്റുകൾ ഉണ്ടാവും. എത്ര കാലം വെള്ളം കയറാതെയും താഴെ വീഴാതെയും ഉപയോഗിക്കണം അത്രയും കാലം നമുക്ക് യൂസ് ചെയ്യാം.
ബാറ്ററി ഒക്കെ അത്യാവശ്യം നല്ല ഹെൽത്തുള്ള ബാറ്ററി തന്നെയാണ്. ബാറ്ററിക്കൊന്നും വേറെ ഡാമേജ് വന്നിട്ടില്ല. ഇതുപോലത്തെ വാച്ചുകളോ എന്തെങ്കിലും ബ്രേസ്ലെറ്റോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നാക്കാനായിട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ പെട്ടെന്ന് തന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.